ഈ രാവിലെ നമ്മൾ മഴുവഞ്ചേരിയിലാണ്. നാഷണൽ ഹെറിറ്റേജ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. തൃശ്ശൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്ന വഴി കേച്ചേരിക്കടുത്ത് മഴുവഞ്ചേരിയിലാണ് നാഷണൽ ഹെറിറ്റേജ് സെന്റർ ഉള്ളത്. ശിവനും മറ്റു ഉപദൈവങ്ങളും ഒക്കെയുള്ള ഒരമ്പലവും അതിപുരാതന താളിയോല ഗ്രന്ഥങ്ങൾ വരെയുള്ള ഒരു ലൈബ്രറിയും കേരളീയ ഇന്നലകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു മ്യൂസിയവും കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസത്തിനൊപ്പം നീ നിന്റെ സഹജീവികളോടും പക്ഷിമൃഗാദികളോട് വരെ കരുണയുള്ളവനായിരിക്കണം എന്ന് പഠിപ്പിച്ച നമ്മുടെ പൈതൃകം കൂടി പഠിപ്പിക്കുന്ന ഒരു സ്കൂളും ഭാരതീയ വിദ്യാവിഹാർ. ഇതാണ് 10 ഏക്കറിൽ പടർന്നു കിടക്കുന്ന നാഷണൽ ഹെറിറ്റേജ് സെന്റർ. CSIRന്റെ സീനിയർ സയന്റിസ്റ്റ് എന്ന പദവിയിൽ നിന്നും വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത ഡോക്ടർ N. ഗോപാലകൃഷ്ണൻ സാർ ഭാരതീയ ദർശനങ്ങളുടെ സവിശേഷതകളും പ്രാധാന്യവും ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ അഹോരാത്രം പ്രവർത്തിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ മനസ്സിൽ ഉടലെടുത്ത ആശയമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ്. 1999 തിരുവനന്തപുരം കേന്ദ്രമാക്കിയാണ് IISH എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത്. മഴുവഞ്ചേരിയിലെ കൊട്ടിലിൽ മാരാത്ത് കുടുംബം അവരുടെ കുടുംബക്ഷേത്രവും 1.5 ഏക്കർ ഭൂമിയും IISHന് കൈമാറുകയും 2002 IISHന്റെ ആദ്യ ക്യാമ്പസ് ഇവിടെ തുടങ്ങുകയും ചെയ്തു. കുടുംബക്ഷേത്രം എന്ന ചെറിയ ചുറ്റുപാടിൽ നിന്നും ക്ഷേത്രത്തെ രാഷ്ട്ര ജാതിമത ഭേദമന്യേ എല്ലാ ജനങ്ങൾക്കുമുള്ള ഒരു ക്ഷേത്രമാക്കി തുറന്നുകൊടുത്തു. ശിവരാത്രി ദിവസം മാത്രം താന്ത്രിക വിധിപ്രകാരം പൂജ നടത്തിയിരുന്ന ഒരു ക്ഷേത്രത്തെ ഭക്തനുകൂടെ പൂജയിൽ പങ്കുചേരാൻ പറ്റുന്ന വൈദിക വിധിപ്രകാരമുള്ള പൂജയാക്കി മാറ്റിയെടുത്തു. ഇത്തരം ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ ഉണ്ടായിരിക്കുകയില്ല, അവിടെ ആഘോഷങ്ങളായിരിക്കും ഉണ്ടാവുക. ആനയും അമ്പാരിയും വെടിക്കെട്ടും ഒന്നുമില്ലാത്ത ആഘോഷങ്ങൾ, ശിവരാത്രി ദിവസത്തെ ആഘോഷങ്ങൾ, നവരാത്രി ദിനാഘോഷങ്ങൾ, കർക്കിടക വാവ് ദിവസത്തെ ബലിതർപ്പണത്തിന് 10,000ങ്ങളാണ് ഇവിടെ എത്തുന്നത്. മഴുവഞ്ചേരി മഹാശിവക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ലുങ്കി ഒഴികെ മാന്യമായ എന്തും ധരിക്കാം. ശുദ്ധീകരിച്ച ഒരു മനസ്സുമായി നിങ്ങൾ അകത്തേക്ക് പ്രവേശിക്കൂ. നേപ്പാളി പണ്ഡിറ്റുകളാണ് ക്ഷേത്രത്തിലെ പൂജാകാര്യങ്ങൾ ചെയ്യുന്നത്. ശ്രീകോവിലിനുള്ളിൽ ഉച്ചരിക്കുന്ന മന്ത്രങ്ങൾ പുറത്തു നിൽക്കുന്ന ഭക്തന് കൂടി കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, ഭക്തന് കൂടെ പൂജയിൽ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ, ഭക്തന് കൂടെ അർച്ചന നടത്തുവാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ. ആത്മീയ കാര്യങ്ങളിൽ മാർഗദർശനം നൽകാൻ പറ്റുന്ന തരത്തിലാണ് മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗണപതിയുടെ മണ്ഡപത്തിലായിട്ട് നമ്മുടെ ഋഷിമുനിമാരെ കുറിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ പൂർവികരായ ഋഷിമുനിമാർ ഭാരതത്തിൽ കണ്ടുപിടിച്ച ഭരദ്വാജനെ, പതഞ്ജലിയെയും ചാർവാക മുനിയെയും വിശ്വാമിത്രനെ, വാൽമീകിനെയൊക്കെ നമ്മുടെ പൂർവികർ ആരായിരുന്നു എന്നുള്ള ഒരു സന്ദേശം കൂടി കിട്ടാൻ വേണ്ടിയാണ്. ഭാരതത്തിൻ്റെ പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്ന നമ്മൾ അവർ ആരൊക്കെയായിരുന്നു എന്ന് പലപ്പോഴും മനസ്സിലാക്കാതെ പോയി. നമ്മൾ നമ്മുടെ പൈതൃകത്തെ മറന്നുപോകുന്നു. ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് മഴുവഞ്ചേരി. പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, വേദങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായ വിവരണങ്ങൾ ക്ഷേത്രമതിലിന് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്നു. ഔഷധ സസ്യങ്ങളെക്കുറിച്ച്, വിവിധ ജീവജാലങ്ങളെക്കുറിച്ച്, നമ്മുടെ പൂർവികരുടെ നേട്ടങ്ങളെക്കുറിച്ച്, വിവിധ കാലഘട്ടങ്ങളിലെ ഗതാഗത സംവിധാനങ്ങളെക്കുറിച്ച്, സാഹിത്യ സംഭാവനകളെക്കുറിച്ച്, നാടൻ കലകളെക്കുറിച്ച്, നൃത്തസംഗീത കലകളെക്കുറിച്ച് ഒക്കെയുള്ള വിവരണങ്ങൾ മഴുവഞ്ചേരിയിലെങ്ങും കാണാൻ പറ്റും. ആര്യഭട്ട ലൈബ്രറി
വടേശ്വർ സിദ്ധാന്തവും സൂര്യസിദ്ധാന്തവും പോലുള്ള അതിപുരാതന ഗ്രന്ഥങ്ങളും വേദപുരാണ ഇതിഹാസങ്ങളും വിവിധ ആശ്രമങ്ങളുടെ പുസ്തകങ്ങളും സനാതന ധർമ്മപഠനത്തിനാവശ്യമായ സകല പുസ്തകങ്ങളും ലഭ്യമാകുന്നതാണ് ആര്യഭട്ട ലൈബ്രറി. ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയുള്ള ഡോക്ടർ CV രാമൻ സയൻസ് ആൻഡ് ടെക്നോളജി ലൈബ്രറി, മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, എഞ്ചിനീയറിംഗ് സ്റ്റഡീസ്, മെഡിക്കൽ സ്റ്റഡീസ് എന്നിങ്ങനെ വിവിധ പഠനങ്ങൾക്കാവശ്യമായ റഫറൻസ് പുസ്തകങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ്. ഭാരതത്തിലെ പൂർവികർ ഉപയോഗിച്ചിരുന്ന നിത്യോപയോഗ സാധനങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, കൃഷി സംബന്ധിയായ ഉപകരണങ്ങൾ എന്നിവയും അവയുടെ മാതൃകകളുടെയും വലിയൊരു ശേഖരം ഇവിടെയുണ്ട്. നമ്മൾ വന്ന വഴികളെക്കുറിച്ച് അത് നമ്മെ ബോധവാനാക്കും. മഴുവഞ്ചേരിയിലെ മറ്റ് പ്രത്യേകതകൾ: ചെറിയ കുട്ടികൾക്കുള്ള പ്ലേ ക്ലാസ്, 400 പേർക്ക് ഇരിക്കാവുന്ന ഭീമാഭട്ടർ ഓഡിറ്റോറിയം, 3 നിലയിൽ പ്രവർത്തിക്കുന്ന അതിഥി മന്ദിരം, 100ഓളം പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന അന്നക്ഷേത്രം. വിവിധതരം വൊക്കേഷണൽ കോഴ്സുകളുണ്ടിവിടെ. അംഗീകാരമുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, മൃദംഗ പഠനം, ശാസ്ത്രീയ നൃത്തം, ശാസ്ത്രീയ സംഗീതം, കരാട്ടെ, യോഗ എന്നിവയ്ക്കൊക്കെ കോഴ്സുകളുണ്ടിവിടെ. സമീപവാസികളായ സ്ത്രീകൾ ടൈലറിംഗ്, എംബ്രോയ്ഡറിംഗ് എന്നിവ ഇവിടെ നിന്നും പഠിച്ച് നിത്യവരുമാനമുണ്ടാക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. സാധാരണക്കാരായ കുട്ടികൾക്ക് CBSE സിലബസിനൊപ്പം പൈതൃകം പഠിക്കാൻ, ബന്ധങ്ങളുടെ മൂല്യം മനസ്സിലാക്കാൻ, ജീവിതത്തിൽ സനാതനധർമ്മത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് തിരിച്ചറിവ് നൽകാൻ, അതിനുവേണ്ടിയാണ് ഭാരതീയ വിദ്യാവിഹാർ എന്ന സ്ഥാപനം ഇവിടെ സ്ഥാപിതമായത്. പ്ലേ സ്കൂൾ മുതൽ 10ാം ക്ലാസ് വരെയുള്ള CBSE അംഗീകാരമുള്ള സ്കൂളാണ് ഭാരതീയ വിദ്യാവിഹാർ. പ്രിൻസിപ്പാളും വൈസ് പ്രിൻസിപ്പാളും അടക്കം 50ഓളം അധ്യാപികമാർ, 29ഓളം ക്ലാസ് റൂമുകൾ, മാത്സ് ലാബ്, കമ്പ്യൂട്ടർ ലാബ്, കോമ്പോസിറ്റ് സയൻസ് ലാബ്, ആർട്ട് റൂം, ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ. കുട്ടികൾക്ക് ഓരോ നിലയിലും പ്രാഥമിക ആവശ്യങ്ങൾക്കായി ടോയ്ലറ്റ് സൗകര്യം, ഏറ്റവും മുകളിലെ നിലയിൽ ഓഡിറ്റോറിയം, പഠനത്തിനാവശ്യമായ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെയും പ്രവർത്തിക്കുകയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ഭാഗമായ ഭാരതീയ വിദ്യാവിഹാർ എന്ന പാഠശാല. വിദ്യാർത്ഥികളിൽ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു നല്ല സന്ദേശം അവർക്ക് ലഭിക്കത്തക്കവണ്ണം എല്ലാ വർഷവും വിദ്യാർത്ഥികൾ ചേർന്നൊരുക്കുന്ന വൃക്ഷപൂജയുണ്ട്. അതുപോലെ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ഒരംശം ഭൂതയജ്ഞം എന്ന് പറഞ്ഞ് പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ സംസ്കൃതവും യശസ്സുയർത്തിയ വേദഗണിതവും ഇവിടെ പഠന വിഷയങ്ങളാണ്. നമ്മുടെ കുട്ടികൾ പൈതൃകം പഠിക്കുക എന്നത് നിർബന്ധിതമായ ഈ സ്കൂളിൽ പ്രകൃതിയോടിണങ്ങിച്ചേർന്ന് പൈതൃക പഠനം ഹെറിറ്റേജ് ക്ലാസ് നൽകുന്നു. പഠനത്തിനൊപ്പം വിനോദവും നൽകുന്ന ഇവിടെ സംഗീത പഠനമുണ്ട്. കളിക്കാൻ വിശാലമായ കളിസ്ഥലം, ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടങ്ങൾ, കുട്ടികൾക്ക് സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങാനുള്ള ആത്മധൈര്യം വളർത്തുക കൂടിയാണ് ഭാരതീയ വിദ്യാവിഹാർ ലക്ഷ്യമാക്കുന്നത്. സ്വപ്നം കാണുന്നത് എങ്ങനെയെന്ന് വിവരിച്ച നമ്മുടെ പൂർവികർ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി നടന്ന
നമ്മുടെ ഭാരതം. ലോകത്തിനു മുമ്പിൽ സനാതനധർമ്മത്തിൻ്റെ സയൻറ്റിഫിക് വാല്യൂസ് എന്താണെന്ന് അറിയിക്കുക എന്നതാണ് മഴുവഞ്ചേരിയിലെ നാഷണൽ ഹെറിറ്റേജ് സെൻ്ററിൻ്റെ ലക്ഷ്യം തന്നെ.